സോ ഗൈസ്, ഇന്നത്തെ പരിപാടി ആക്ച്വലി മുടി വെട്ടലാണ് കേട്ടോ. എൻ്റെ ഇപ്പോഴത്തെ മുടി കണ്ട ആക്ച്വലി മുടി ഓൾമോസ്റ്റ് ഒരു കോലം കെട്ടിട്ടാണ് ആക്ച്വലി നിൽക്കുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ ലൈഫിൽ ഇത്ര കാലമായിട്ടും ഞാൻ ഇതുവരെ മുടി വെട്ടിയത് എനിക്ക് ഇതുവരെ സാറ്റിസ്ഫിക്കേഷൻ വന്നിട്ടില്ല. ഒരു സാറ്റിസ്ഫൈഡ് ആവില്ല നമ്മൾ മുടി വെട്ടി കഴിഞ്ഞാൽ ഈ ഹെയർ സ്റ്റൈൽ കൊള്ളാമെന്നുള്ളത്. അങ്ങനെ എനിക്ക് 1-2 വട്ടമാണ് കേട്ടോ ഞാൻ ജീവിതത്തിൽ മുടിയുള്ളത്. പിന്നെ ഇത്രയും കാലം 24 വയസ്സ് ഈ ഒരു ഇത്ര 24 കൊല്ലത്തിനുള്ളിൽ എനിക്ക് ആ ഒരു സാറ്റിസ്ഫൈഡ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. സോ ഇന്ന് ഞാൻ ആക്ച്വലി കരുതി നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് നല്ലൊരു സലൂണിൽ പോയിട്ട് മുടി വെട്ടാം എന്നുള്ളത് കേട്ടോ. കാരണം ഏതൊരു ബുള്ളറ്റാണ് ഗൈസ്. സോ കാരണം ഞാൻ ആക്ച്വലി എപ്പോഴും ബംഗാളികൾക്കാണ് തല വെച്ച് കൊടുക്കാറ്. അവരാകുമ്പോൾ 100 രൂപയ്ക്കും 120 രൂപയ്ക്കൊക്കെ മുടി വെട്ടും. ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് മുടി വെട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് 200 രൂപയ്ക്കാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. 180 200 ആ റേഞ്ചിലാണ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ് ഗൈസ്, ഒരു നല്ലൊരു സലൂൺ നോക്കി നോക്കാം. ഞാൻ കാലത്ത് ആക്ച്വലി അമ്മേനെ കൊണ്ടാക്കി ജോലിക്ക് കൊണ്ടാക്കി എന്നിട്ട് ഈ മാളിലേക്ക് വന്നു കേട്ടോ. തൃശ്ശൂർ സെലക്സ് മാള്. അത് ഓപ്പൺ ആയിട്ടില്ല, ഇതാ ക്ലോസ്ഡ് ആണ്. 10 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാനാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. ആ പെട്രോൾ കാശ് നഷ്ടമാക്കണ്ടല്ലോ എന്ന് കരുതി ബൈക്ക് അവിടെ വെച്ച് ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാള് തുറക്കും കേട്ടോ. കടയും തുറക്കും. 10 മണിക്ക് എങ്ങനെയാണ് കടയും തുറക്കുക. അപ്പോൾ ഞാൻ 10 മിനിറ്റ് ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു ഇതിൽ കയറിയിട്ട് നമുക്ക് സലൂണിൽ ഹെയർ സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടെ. എത്ര രൂപയാണെന്ന് ചോദിച്ചു നോക്കാം. എന്നിട്ടൊക്കെ പയ്യെ ചെയ്യാട്ടാ. സോ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ് ഇവിടെ. നോക്കൂ ഗൈസ്, സാധനം മാള് തുറന്നിട്ടുണ്ട് കേട്ടോ. കടകളൊന്നും തുറന്നിട്ടില്ല. 10 മണിക്ക് എന്തെങ്കിലും സംഭവം ഹെയർ കട്ട് സലൂൺ തുറക്കുമെന്ന് വിചാരിക്കുന്നു. 2nd ഫ്ലോറിലങ്ങനാന്ന് തോന്നുന്നുണ്ട്. ഞാൻ എവിടെ എന്താണെന്നൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ കുറച്ച് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയിട്ടുണ്ട് ഏതായിരിക്കും കുറച്ചുകൂടി ഇതാവാന്നുള്ളത് കേട്ടോ. സോ ലോ ഫെയ്ഡ് അങ്ങനെ എന്തൊക്കെയത് കേട്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ വല്ലതൊക്കെ ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ഇവിടെ അല്ലല്ലോ ആ സാധനം. മാക്സ് ഒക്കെ ഇപ്പോൾ തുറക്കണുള്ളൂ 10 മണിക്ക്. ഇതിൻ്റെ എവിടെയോ മേലെയാണ് ഗൈസ്. ഒന്ന് തപ്പട്ടെ കേട്ടോ, എവിടെയാണെന്നറിയില്ല ഗൈസ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഇതാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ മേലത്തെ ഫ്ലോറിൽ പ്ലേ സോണൊന്നും വന്നിട്ടുള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ ലുലുവിലൊക്കെ കാണാറില്ല അതുപോലെ പ്ലേ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും കാര്യങ്ങളൊക്കെ എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇവിടെ ഒരു സലൂൺ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ സലൂൺ വരേണ്ടത്. അപ്പോൾ ഇവിടെ പോയിട്ട് ചോദിച്ചു നോക്കി നോക്കാം എത്ര രൂപയാണ് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ കണ്ടതാ പ്ലേ സ്റ്റോൺ. ഗൈസ് 220 രൂപയാണ് കേട്ടോ ഹെയർ ഡ്രസ്സിങ്ങിന്. കുഴപ്പമില്ല. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളത് 200 രൂപയ്ക്കാണെന്ന് തോന്നുന്നു. ഇത് 220 രൂപയുടെ. കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ആദ്യം ഹെയർ വാഷ് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ. ഇത് കഴിഞ്ഞിട്ടാണ് ഹെയർ ഡ്രസ്സിങ് സെറ്റ് ചെയ്യാട്ടോ. ഞാൻ എന്തായാലും കുറച്ച് സാധനങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. നോക്കി നോക്കട്ടെ ഗൈസ്, അവസാനത്തെ റിസൾട്ട് എങ്ങനെ ഉണ്ടാവും. സ്റ്റേ ട്യൂൺഡ്. സെൻറ്ററിലോ? സോ ഹെയർ ഇതും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാ ഹെയർ വാഷ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആളോടുകൂടി സജഷൻ ചോദിച്ചിട്ട് വേണം ബാക്കി ഡീറ്റെയിൽ പറയണ്ട. വെച്ച് ഇവിടെ വയ്ക്കാം. നോക്കട്ടെ ഗൈസ്, ഈ സാധനം ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെയാണ് ആക്ച്വലി ഇത് മുടി ഇങ്ങനെ സൈഡിലേക്ക് ഈരിയിട്ടാണ് വെക്കുക. അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ചോദിച്ചു നോക്കട്ടെ. ഇതാണ് എൻ്റെ സ്റ്റൈല് പറയാം. മുടി ഇങ്ങനെ ഇരി വയ്ക്കുക.
ലോ ഫെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആദ്യം വണ്ണിൽ നോക്കാം. വണ്ണ് നോക്കിയിട്ട് വണ്ണിൽ ശരിയാവും അല്ലേ? സോ ഇതാണ് ഫൈനൽ ലുക്ക് ഗൈസ്. ഉദ്ദേശിച്ച പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സൈഡ് അതുപോലെ തന്നെ ഈ സൈഡ്, പിന്നെ ബാക്ക് ഭാഗം കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ബാക്ക് ഫുള്ള് സൈഡ് സെറ്റായി. സാറ്റിസ്ഫൈഡ്. ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. സെറ്റ്. ഓക്കെ, ഞാൻ ഒന്ന് കുളിച്ചു കേട്ടോ. അല്ലെങ്കിൽ നോർമലി കുളിച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ചങ്കലം തെങ്ങുമ്പോ പോലെ തന്നെ ആവാറുണ്ട് കേട്ടോ. മുടി വൃത്തിയിലാവാറില്ല. മുടി വെട്ടി വരുമ്പോൾ നല്ല ഭംഗിയില്ല. കുളിച്ചൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ വീണ്ടും കിടക്കണമാണാവും കേട്ടോ. സോ കുളിച്ചപ്പോഴും എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. സാധനം ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം എനിക്ക് വേറൊരു സ്റ്റൈല് ചെയ്യണമെന്നുണ്ട്. എനിക്ക് പേടി സാധനം വൃത്തിയായിട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൽ പൃഥ്വിരാജ് ജയറാമിന്റെ അവസാനത്തെ ഒരു കട്ടില്ലേ, ആ ഒരു ടൈപ്പ് മോഡൽ സാധനം പിടിക്കണമെന്നുണ്ട്. എനിക്കറിയില്ല, ചിലപ്പോൾ അത് സാധനം സക്സസ് ആയില്ലെങ്കിൽ പണിയാവട്ടെ. പക്ഷെ ഞാൻ അടുത്ത വട്ടം അത് നോക്കും, എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കാരണം, ഇപ്പോൾ തന്നെ വെട്ടാൻ കാരണം, ഒരു 8-10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചിയുടെ കല്യാണമാണ് വരുന്നത്. അപ്പോൾ അപ്പോഴേക്കും കൃത്യം ഈ സൈഡിലും കുറച്ച് മണിയൊക്കെ ഒന്ന് കിളിർത്ത് കുറച്ചുകൂടി സെറ്റായി നിൽക്കും. അതുകൊണ്ടാണ് ഈ സമയത്ത് വെട്ടിയിട്ട് ഇനി ഒരു 10 ദിവസമേ ഉള്ളൂ. സോ അത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഗൈസ്. സ്റ്റേ ട്യൂൺ. പിന്നെ കുറേ നാളെ ഒരു നല്ലൊരു സലൂണിൽ പോയിട്ട് ഹെയർ ഡ്രസ്സ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് സ്റ്റേ ട്യൂൺ. സോ പുതിയൊരു വ്ളോഗായിട്ട് കാണാം ഗൈസ്. അടുത്തൊരു കിടിലൻ വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്, ബൈ.